ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ക്രേപ്പ് പേപ്പർ വേണം, പശ, റവ, 2 ടൈപ്പ് കമ്പി, കത്രിക, ഗ്രീൻ പേപ്പർ, ക്രയോൺ, റെഡും ഗ്രീൻ. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പേപ്പർ പിയോണിക്സ് പേപ്പറാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള വലിയൊരു റോളാണ് എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയിട്ടുള്ളത്. പക്ഷേ നാട്ടിൽ ചെറിയ ഷീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിയോണിക്സ് പേപ്പറിന് കടയിൽ ചോദിച്ചാൽ കിട്ടുന്നതാണ്. ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പേപ്പറാണ്. പിന്നെ ഇത് സാധാരണ ക്രേപ്പ് പേപ്പർ, അതായത് കട്ടിയില്ലാത്ത തിന്നായിട്ടുള്ള ക്രേപ്പ് പേപ്പർ. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് ഈ റവയാണ്. ഈ റവ ഞാൻ കളർ ചെയ്തെടുത്തതാണ്. അതായത് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച ശേഷം അത് ചൂടാറിയ ശേഷം അതിൽ കുറച്ച് റവ ഇട്ട് ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം. പിന്നെ ഡ്രൈ ചെയ്തെടുത്തതാണ് ഈ റവ. ഇതിന് യെല്ലോ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഈ രീതിയിൽ ഡ്രൈ ചെയ്തെടുത്തതാണ് ഈ റവ. പിന്നെ ഇതിലോട്ട് ഉപയോഗിക്കുന്നത് ക്രയോൺസ് ആണ്. ഈ ക്രയോൺസ് നമ്മുടെ ഈ ക്രേപ്പ് പേപ്പറിൽ ഒന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമില്ല. ഇനി ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. 17x12 സെന്റിമീറ്റർ ആണ് ഇതിന്റെ മെഷർമെന്റ്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ രണ്ടായിട്ട് മടക്കുക. രണ്ടാക്കി മടക്കിയ ശേഷം താഴെ ഒരു 2 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക, ഈ കാണിക്കുന്ന പോലെ. ഇനി ഈ 2 സെന്റിമീറ്ററിൽ അവിടെ നിന്ന് മുകളിലോട്ടൊരു 7 സെന്റിമീറ്റർ എടുത്ത് അടയാളപ്പെടുത്തുക. 7ന്റെ അവിടെ നിന്ന് മുകളിലോട്ട് 5 സെന്റിമീറ്റർ, ആ രീതിയിൽ അടയാളപ്പെടുത്തി ഈ ലൈൻസ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി ഈ ലൈൻസിന്റെ ഇടയിലൂടെ നമുക്ക് ഒരു ആ ഫ്ലവറിന്റെ ഷേപ്പ് വരച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ വരയ്ക്കുന്ന രീതിയിൽ കൂട്ടി വരച്ചെടുക്കുക. വരച്ചെടുത്ത ശേഷം നമുക്ക് ഈ പേപ്പർ കട്ട് ചെയ്യാം. ഇനി ഈ കട്ട് ചെയ്ത പേപ്പറിന്റെ ഷേപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്ന ക്രേപ്പ് പേപ്പർ അഥവാ പിയോണിക്സ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ആ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത്രയും വലിപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ മെഷർമെന്റ് കുറച്ചെടുക്കണം.
ഇനി ഈ ഗ്രീൻ പേപ്പർ ഉപയോഗിച്ച് ലീഫ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഇത് 18x12 സെന്റിമീറ്റർ ആണ്. ഇതേപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ രണ്ടായിട്ട് മടക്കുക. ഈ മടക്കിൽ വേണം നമുക്ക് കമ്പി ഒട്ടിക്കാൻ. ഇനി ഈ മടക്കിൽ കുറച്ച് പശ തേച്ച് ആ കമ്പി അവിടെ വെച്ച് ഒട്ടിക്കണം. ഞാനിവിടെ തിക്ക് കുറഞ്ഞ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ പശ തേച്ചിട്ട് കമ്പി അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. നന്നായിട്ട് ഒട്ടിയതിന് ശേഷം ഇനി ഇതിന്റെ സൈഡ് വെച്ച് ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.